ഹായ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ പത്തനംതിട്ടയിലെ ശബരിമല ഇടത്താവളം ഗ്രൗണ്ടിൽ ഓഷ്യാനോസ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ കാണാനാണ്. അവിടുത്തെ വിശേഷങ്ങൾ തുടർന്ന് കാണാം. 500 അടിയിൽ തീർത്ത ഗ്ലാസ് ടണലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പുറം ഭാഗമൊക്കെ നമ്മൾ ചിത്രകഥകളിൽ വായിച്ചതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് ഡേയ്സിൽ 2 മണി മുതൽ 10 മണി വരെയും ഹോളിഡേയ്സിൽ 11 മണി മുതൽ രാത്രി 10 മണി വരെയുമാണ് എക്സ്പോ. ഒരാൾക്ക് 150 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് നിരക്ക്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയി ഇവിടെ പ്രവേശിക്കാം. ഒക്ടോബർ 27 വരെയാണ് എക്സ്പോ നടക്കുന്നത്. ഈ ടണലിൻ്റെ 2 സൈഡിലും നമുക്ക് പല വലിപ്പത്തിലുള്ള മത്സ്യങ്ങളെ കാണാം. ഇങ്ങനെയുള്ള എക്സ്പോയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും മീനുകളെ ഒരുമിച്ച് കണ്ടത് എനിക്ക് അത്ഭുതമായിരുന്നു. പീഡോ ഫിഷ്, കോഴിക്കാർ, ഓസ്കാർ ഫിഷ്, കരിമീനുകൾ, അലിഗേറ്റർ, അരാപ്പൈമ, ക്യാറ്റ് ഫിഷ്, പുലിവാക, പലതരത്തിലുള്ള ഷാർക്കുകൾ, മഞ്ഞക്കൂരി, പിരാന ഇനത്തിൽപ്പെട്ട വലിയ മീനുകൾ എന്നിവയൊക്കെ ഇവിടെയുണ്ട്. എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും ആസ്വാദികരമാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു നിമിഷം കടലിൻ്റെ അടിത്തട്ടിലാണോ എന്ന് ചിന്തിച്ചു പോകും. നമ്മുടെ സൈഡുകളിലും മുകളിലും മീനുകൾ. ആഹാ, എത്ര മനോഹരമാണ് ആ കാഴ്ച! അതിനുശേഷം നമ്മൾ പ്രവേശിക്കുന്നത് മത്സ്യകന്യകകളെ കാണാനായിട്ടാണ്. 2 മത്സ്യകന്യകകളെയാണ് ഞങ്ങൾ കണ്ടത്. എല്ലാവരെയും അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ടാണ് അവർ നീന്തുന്നത്. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നെന്നോ. അപ്പുറത്തായി സ്കൂബ ഡൈവേഴ്സ് അണിനിരന്നിട്ടുണ്ട്. അവർ 2 പേരുണ്ടായിരുന്നു. അവരും കാണികളെ പല രീതിയിൽ രസിപ്പിക്കുന്നുണ്ട്. പിന്നീട് റോബോട്ടിക്സ് ഷോ കാണാനായിട്ടാണ് പോയത്. കുഞ്ഞൻ റോബോട്ടുകൾ മുതൽ ഫുഡ് സർവ് ചെയ്യുന്നതും പാവാടയും ഇട്ടതായ റിസപ്ഷൻ റോബോട്ടിനെയും ഞാൻ അവിടെ കണ്ടു. റോബോട്ടുകളെ അടുത്ത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള റോബോട്ടുകളെ കാണുന്നത്. എൻ്റെ കുഞ്ഞിനും അത് വലിയ കൗതുകമായി തോന്നി. പിന്നെ നമ്മൾ ചെല്ലുന്നത് കൺസ്യൂമർ സ്റ്റാളുകളിലേക്കാണ്. ഫർണിച്ചർ, വീട്ടുപകരണങ്ങൾ, അച്ചാറുകൾ, പപ്പടങ്ങൾ, മുടി വളരാനുള്ള തൈലം എന്നിവയൊക്കെ വിൽക്കുന്ന സ്റ്റാളുകൾ അവിടെയുണ്ട്. കോട്ടൺ വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളുമുണ്ട്. പക്ഷേ എനിക്ക് അവിടുത്തെ ബുക്ക് സ്റ്റാൾ നന്നായി ഇഷ്ടപ്പെട്ടു. കുറേ ബുക്കുകൾ അവിടെ ലഭ്യമാണ്. പിന്നെ നമ്മൾ പ്രവേശിക്കുന്നത് ഫുഡ് സ്റ്റാളിലേക്കാണ്. സ്പ്രിംഗ് പൊട്ടറ്റോയും ബജിയും വടാപാവ്, കരിമ്പിൻ ജ്യൂസ് ഒക്കെ നമുക്കവിടെ ട്രൈ ചെയ്യാം. കുടുംബശ്രീയുടെ ഒരു നാടൻ ഫുഡ് സ്റ്റാളും അവിടെയുണ്ട്. കുലുക്ക് സർബത്ത് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ച് ദാഹം മാറ്റി നമുക്ക് പ്ലേ ആൻഡ് പാർക്കിലേക്ക് കയറാം. കുട്ടികൾക്കും മുതിർന്നവർക്കും പറ്റിയ റൈഡുകൾ അവിടെയുണ്ട്. കുറച്ചു മണിക്കൂറുകൾ പല കാഴ്ചകൾ കണ്ട് സമയം പോയത് അറിഞ്ഞതേയില്ല. അവധി ദിവസമായതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. എങ്കിലും പുതിയ കാഴ്ചകൾ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പോന്നു. ഇട ദിവസങ്ങളിൽ എക്സ്പോ കാണാൻ വരുന്നതായിരിക്കും ഉത്തമം. അവിടെ തന്നെ പാർക്കിങ്ങും ഉണ്ട്.